അമ്മമ്മ സാദര പ്രണാമ. എല്ലാ കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. യെസ് മക്കളെ, ഓണം എക്സാം ഒക്കെ ആവാണല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു എസ്സേ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കൊരു എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ. യെസ്, നമുക്ക് പോയാലോ? പോകാം അല്ലെ. ഗ്രാമകന്യക നാമകേസ്മിൻ പാഠഭാഗെ പർവ്വത സംരക്ഷണം, വന സംരക്ഷണം, നദീ സംരക്ഷണം, കൃഷി സംരക്ഷണം, വായു സംരക്ഷണം ച പരോക്ഷതയാ പ്രതിപാദയതി. അല്ലെ, എന്തിനെ കുറിച്ചിട്ടാണ് എസ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സംരക്ഷണത്തെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ പറയുന്നത്. ഗ്രാമകന്യക എന്ന് പറയുന്ന പാഠഭാഗത്തില് നാമകേസ്മിൻ അങ്ങനെ പേരുള്ള ഒരു പാഠഭാഗെ പർവ്വത സംരക്ഷണം, പർവ്വതത്തെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ വന സംരക്ഷണം, വനത്തെ സംരക്ഷിക്കുക, നദിയെ സംരക്ഷിക്കുക, കൃഷി സംരക്ഷണം, കൃഷിയെ സംരക്ഷിക്കുക, വായുവിനെ സംരക്ഷിക്കുക, ച പരോക്ഷതയാ പ്രതിപാദയതി. പരോക്ഷമായിട്ട്, പ്രത്യക്ഷത എന്നും പരോക്ഷത എന്നും രണ്ടാണ് അല്ലെ. പ്രത്യക്ഷമായിട്ടും പറയാം, നമുക്ക് പരോക്ഷമായിട്ടും പറയാം. പറയാതെ പറയുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് പരോക്ഷമായിട്ട് പ്രതിപാദയതി, പറയുന്നു എന്നാണ് അർത്ഥം. ഏകദേശം സംരക്ഷണായ, ഇതിന്റെയൊക്കെ തന്നെയും സംരക്ഷണം എന്ന് പറയുന്നത് ആധുനിക കാലത്തിലെ ഉപായാഹ വിചിന്തനീയ ഭവതി. ഇതിന്റെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതിന് ആധുനിക കാലത്തില് എന്തുണ്ട് എന്നാണ് പറയുന്നത്? നടപടികൾ ചെയ്യാൻ വേണ്ടി പറ്റും, ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. പരിസ്ഥിതിയുടെ സുസ്ഥിതൗ, നല്ല സ്ഥിതി, പരിസ്ഥിതിയുടെ നല്ല സ്ഥിതി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ മുഴുവനും പറയുന്ന എന്താണ്? ഓരോന്നിന്റെയും സംരക്ഷണമാണ്. മീൻസ് പ്രകൃതിയെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പർവ്വതാനാം ഭാഗിത്വം അതുലമേവ, എന്താണ് പറയുന്നത്? പർവ്വതങ്ങളുടെ പങ്കാളിത്തം പരിസ്ഥിതിയിൽ നല്ല രീതിയിൽ സുസ്ഥിതമായിട്ട് നിൽക്കാൻ വേണ്ടി, പരിസ്ഥിതി നല്ല രീതിയിൽ സുസ്ഥിതമാവാൻ വേണ്ടിയിട്ട് പർവ്വതങ്ങളുടെ ഭാഗിത്വം, പർവ്വതങ്ങളുടെ പങ്ക്, ഭാഗിത്വം എന്ന് പറയുന്നത് പങ്ക് എന്താണ്? അതുലമേവ, തുല്യപ്പെടുത്താൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാല് താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, താരതമ്യപ്പെടുത്താൻ പറ്റില്ല, അത്രയുമാണ് പർവ്വതങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പർവ്വതേഭ്യഃ, പർവ്വതങ്ങളില് മൃത് പാഷാണധികം ഖനനദ്വാര നൈകാഹ സമസ്യാഹ ജായന്തേ എന്നാണ്. പർവ്വതങ്ങളിൽ നിന്ന് കളിമണ്ണും കല്ലും, ഓക്കെ, കളിമണ്ണും കല്ലും, പാഷാണം എന്ന് പറഞ്ഞാൽ കല്ലാണ്. ഖനനദ്വാര, ഖനനം ചെയ്യുന്നതിലൂടെ നൈക സമസ്യാഹ ജായന്തേ, നൈക അനേകാഹ എന്നുള്ള അർത്ഥമാണ്. നൈക ഒരുപാട്, സമസ്യാഹ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ജായന്തേ ഉണ്ടാകുന്നു അല്ലെ, ജനിക്കുന്നു എന്നർത്ഥം, അഥവാ ഉണ്ടാകുന്നു. പരിഹാര്യഹ ഏവ, അതൊക്കെ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പരിഹാര്യഹ, പരിഹരിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് പരിഹരിക്കുക? വനപ്രദേശാൻ വിനാശ്യ ഭവനാദീനാം നിർമ്മാണാധികം കുർവന്തി. എന്താണ് പറയുന്നത്? വനപ്രദേശങ്ങൾ നശിപ്പിക്കുക, വിനാശം ചെയ്യുക അല്ലെ, വനപ്രദേശങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഭവനാധീനാം എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണാധികം നിർമ്മിക്കുകയും കുർവന്തി ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. 3 പേർക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവ് എടുക്കുക. ഓക്കെ, എല്ലാവരും ബംഗ്ലാവ് എടുത്തതിന് ശേഷം 3 പേരാണ് അതിൽ താമസിക്കുക. അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാർ അല്ലെ, വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് വീടൊക്കെ പൂട്ടിയിട്ടാണ് പോകുന്നത്, ആരും താമസിക്കുന്നില്ല. പക്ഷെ അവര് ഫാമിലിയെ വിദേശത്താണ്. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ തന്നെയും എന്താണ് ചെയ്യുന്നത്? എന്തിനെയാണ് മലിനപ്പെടുത്തുന്നത്? നമ്മുടെ വലിയ വീടെടുക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട ജനൽ, അതുപോലെ വാതിലുകൾ ഒക്കെ നമ്മളെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നതാണ്. മീൻസ് അതിനൊക്കെ എന്താ ആവശ്യമാണ്? മരം ആവശ്യമാണ്. ഇപ്പൊ മരമൊക്കെ വെട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ. അതുപോലെ വയലിന്റെ സമീപത്തൊക്കെ വീടെടുക്കുന്നവര് കുന്നൊക്കെ ഇടിച്ച് നിരത്തി മണ്ണൊക്കെ ഇട്ട് നല്ല ഹൈറ്റിലൊക്കെ ആക്കി വീടെടുക്കുന്ന സമയത്തൊക്കെ
നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ മാറ്റണം എന്നുള്ള രീതിയാണ് ഇവിടെ പറയുന്നത്. ഭവനാദീനാം നിർമ്മാണാധികം കുർവന്തി. എന്താണ്? ഭവനങ്ങളുടെ നിർമ്മിക്കുകയും ഒരുപാട് ഭവനങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നു. തദ്വാര, അതിനാൽ ജീവജാലാനാം വാസവ്യവസ്ഥ ദുഷ്കരാ ജായന്തി. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ വാസവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് താമസിക്കുകയും അതിന് വേണ്ട അത് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ആ ഒരു പരിസരം ഉണ്ടല്ലോ, അതാണ് ആവാസ വ്യവസ്ഥ തന്നെ ദുഷ്കരാ ജായതേ, ഇല്ലാതെയാവുന്നില്ല, ദുഷ്കരമാവുന്നു. വന നശീകരണം നൈവ കാര്യമിതി ചിന്ത പാഠനീയ ഏവ. വനനശീകരണം പാടില്ല എന്ന ഒരു ചിന്ത പഠിപ്പിക്കുക തന്നെ വേണം. ആശങ്ക പഠിപ്പിക്കണം എന്നാണ്. പാഠനീയ ഏവ. അപ്പൊ വനം നശീകരിക്കാൻ പാടില്ല, വനത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന കാര്യത്തെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് പറയാണ്, ഗ്രാമേഷു ഗ്രാമങ്ങളിലെയും നഗരേഷു നഗരത്തിലെയും ച വിദ്യമാനാഹ നദ്യഃ അധിക വിമല ന ഭവതി. ഇപ്പൊ ഗ്രാമത്തിലെയും നഗരത്തിലെയും ഒക്കെ തന്നെയും, ടൗണിലെയും അതുപോലെ തന്നെ നമ്മളെ ഗ്രാമങ്ങളിൽ വരുന്ന സമയത്തൊക്കെ തന്നെയും നദികള് വിമല ന ഭവതി, വിമലമല്ല. വിമലം എന്ന് പറയുന്നത് വൃത്തിയല്ല എന്നാണ് പറയുന്നത്. ന ഭവതി, ഭവന്തി അല്ലെ, ഭവന്തി. വിമല ന ഭവന്തി, വൃത്തിയല്ല. പലാസ്തികാനി മാലിന്യാനി കാര്യശാലാഭ്യഃ ബഹിർഗതാനി മാലിന്യാനി ച നദിഷു നിർഘീയ ജലം കലുഷിതം ജായതേ. എന്താണ്? ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും നദികളൊന്നും അത്ര വൃത്തിയില്ല എന്ന് പറയാൻ തന്നെ കാരണം പലാസ്തികാനി മാലിന്യാനി അല്ലെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ കാര്യശാലാഭ്യഃ എന്ന് പറയുന്നത് വർക്ക്ഷോപ്സ് ആണ്. വർക്ക്ഷോപ്പ് കേട്ടോ, കാര്യശാലാഭ എന്നാണ് വർക്ക്ഷോപ്പ്. അപ്പൊ വർക്ക്ഷോപ്പിൽ നിന്നുള്ള ബഹിർഗതാനി പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങളോ നദിഷു നിർഗീയഃ നദികളില് നിർഗീയ ജലം കലുഷിതം ജായതേ, നദികളിലേക്ക് വരുന്ന സമയത്ത് ജലത്തെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു, കലുഷിതമാക്കുന്നു, മലിനപ്പെടുത്തുന്നു. ജലമലിനീകരണം മഹാൻ ദോഷഃ ഏവ. ജലമലിനീകരണം എന്ന് പറയുന്നത് അതൊരു വലിയ ദോഷമാണ് അല്ലെ, വലിയ ദോഷമാണ്. നമ്മളെ ചുറ്റുമുള്ള നമുക്ക് ജീവജാലങ്ങൾ, നമ്മൾ മാത്രമാണോ വെള്ളം കുടിക്കുന്നത് അല്ലെ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് കൂടി മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ കൂടി നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ജലത്തിന്റെ നദികളിലൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന സമയത്ത് ജലത്തിൽ ഉണ്ടാവുന്നത്. അതൊക്കെ ജലം മോശമാകുന്ന സമയത്ത് ഒന്നിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഒരു രീതിയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ രീതി വരുന്ന സമയത്ത് വളരെ ദുഷ്കരമായിരിക്കും മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒക്കെ അവസ്ഥ വളരെ ദുഷ്കരമായിരിക്കും. നമുക്കറിയാം, പ്രളയമൊക്കെ വന്ന സമയത്തൊക്കെ എല്ലായിടത്തും വെള്ളം കയറിയില്ലേ. അപ്പൊ നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതിയൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ ഒരുപാട് പ്രളയം വന്നതെന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തമാണ്. പക്ഷെ എന്നിരുന്നാലും ആ പ്രളയത്തിന്റെ കൂടെ തന്നെ ഒഴുകി വന്ന ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ചാനൽസ് വഴിയും സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ തന്നെയാണ് ഇതൊക്കെ നശിപ്പിക്കുന്നത്, നമുക്ക് തന്നെയാണ് അത് പ്രകൃതി തിരിച്ചു തരുന്നത്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി പറയുന്നത് ജലമലിനീകരണം മഹാൻ ദോഷഃ ഏവ. ജലമലിനീകരണം എന്ന് പറയുന്നത് ദോഷമാണ്. സപരിഹാര്യ, അത് പരിഹാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമാണ് അല്ലെ. പരിഹാര്യ, അതിന് എന്താക്കണം? പരിഹാര്യ, ഒഴിവാക്കേണ്ടതുമാണ്, പരിഹരിക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, നിർമ്മല നദി പരിസ്ഥിതേഹേ സുസ്ഥിതയെ ഉപകാരായ ഭവതി. എന്താണ്? നിർമ്മലമായിട്ടുള്ള നദി അഥവാ നല്ല പ്യൂർ ആയിട്ടുള്ള നദി പരിസ്ഥിതിക്കും അപ്പൊ പരിസ്ഥിതിയുടെ സുസ്ഥിതത്തിന് വേണ്ടിയിട്ട് അഥവാ നല്ല സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉപകാരായ ഭവതി, ഉപകാരപ്പെടുന്നു എന്നാണ് പറയുന്നത്. തഥാ, അതുപോലെ തന്നെ വായോഹോ മലിനീകരണ വായുവിന്റെ മലിനീകരണ വിഷയത്തിൽ അഭി ഉപായാഹ ചിന്തന്ത്യ പരിഹാരം പശ്യാമ. നമുക്ക് എന്ത് ചെയ്യാം? വായു മലിനീകരണം തടയാൻ വേണ്ടിയിട്ടും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാമെന്നാണ്. ഓക്കെ, ശുദ്ധവായോഹോ സൗലഭ്യം അചിരാദേവ
ന്യൂനി ഭവിഷ്യതി. എന്താണ് പറയുന്നത്? ശുദ്ധവായുവിന്റെ ലഭ്യത നമുക്ക് ഉടൻ തന്നെ ന്യൂനി ഭവിഷ്യതി, ഉടൻ തന്നെ ഇല്ലാതെ ആവും, കുറഞ്ഞു വരും. കുറെ താമസമൊന്നും എടുക്കേണ്ട, ശുദ്ധവായു നമുക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, വായു, നമ്മൾ ശ്വസിക്കുന്ന വായു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പുറത്തു നിന്നുള്ള ശ്വസിതമല്ലാത്ത വായുവാണ് നമ്മളിപ്പോ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തിരക്കിലും ഒക്കെ വാഹനങ്ങളുടെ പുകയും അതുപോലെ പുറത്തേക്കുള്ള ഫാക്ടറികളുടെ പുകയും ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന വായുവിലുള്ളത്, കലർന്നിട്ടുള്ളത് അല്ലെ. സംപ്രതി മുഖ്യാവരണം വിന ബഹിർ മനമപി ആരോഗ്യനാശായ കാരണം ഭവതി. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഇക്കാലത്ത് മുഖാവരണം വിന അല്ലെ, മുഖാവരണം ഇല്ലാതെ, മുഖാവരണമാണ് കേട്ടോ, മുഖാവരണം എന്ന് പറഞ്ഞാൽ മാസ്ക്, മാസ്ക് ഇല്ലാതെ, വിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, ബഹിർഗമനമപി ആരോഗ്യനാശക കാരണം ഭവതി. നമുക്ക് മാസ്ക് ഇല്ലാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി, ആരോഗ്യനാശകത്തിന് വരെ കാരണമാണ്. അപ്പം മാസ്ക് ഇല്ലാതെ നമുക്ക് പുറത്തു പോകാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയും പൊടിപടലുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിന് നശിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ വായു മലിനീകരണം കൊണ്ടുണ്ട്. അതഹ വായു മലിനീകരണേ വയം ഭാഗഭാജഃ ന ഭവാമ ഇതി നിശ്ചിനുമഃ എന്നാണ് പറയുന്നത്. അതിനാൽ വായു മലിനീകരണത്തിന്റെ ഭാഗമാകില്ലെന്ന് നമുക്ക് നിശ്ചയം ചെയ്യാം, ഉറപ്പിക്കാം എന്നാണ് പറയുന്നത്. ഞാനൊരിക്കലും വായു മലിനീകരണത്തിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. വിഷവാതകാനാം ബഹിർഗമനം നിവാരയിതും ശാസ്ത്രീയ മാർഗ ആവിഷ്കരണീയ. അപ്പൊ വിഷവാതകത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്, പുറന്തള്ളാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ശാസ്ത്രീയ മാർഗങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാം. എന്നിട്ട് കൃഷി സംരക്ഷണേ യുവാനഹ ശ്രദ്ധാലവഹ ഭവയുഹു. കാർഷിക സംരക്ഷണത്തിൽ യുവാക്കള് ശ്രദ്ധാലുവായിരിക്കണം. കൃഷി ജീവന കാരണം ഭവതി. കൃഷി എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു കാരണമാണ് അല്ലെ, ജീവിതത്തിന്റെ കാരണമാണ്. ആധുനികാഹ കൃഷി കർമ്മണി വിമുഖാഹ ദൃശ്യന്തെ. ആധുനിക കാലത്ത് നമുക്ക് കൃഷി കാര്യങ്ങളിൽ വിമുഖാഹ, ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വിമുഖാഹ എന്ന് പറഞ്ഞാൽ താല്പര്യം ഒന്നും കാണുന്നില്ല. വിമുഖാഹ താല്പര്യം എന്ന് ഉദ്ദേശിക്കുക കേട്ടോ, താല്പര്യം ഒന്നും കൃഷി എന്തേ കാണുന്നില്ല. തേഷു കൃഷികരണേ താത്പര്യം ഉത്പാദയിതും യത്നഃ വിധേയ. അതുകൊണ്ട് തന്നെ കൃഷി കാര്യങ്ങളിൽ താല്പര്യം ഉത്പാദയിതും, അത് വളർത്തിക്കൊണ്ടുവരാൻ ഒക്കെ തന്നെയും യത്നഃ വിധേയ, നമുക്ക് അതിനൊക്കെ ശ്രമിക്കാം എന്നാണ് പറയുന്നത്. ഏവം പ്രകൃതേഹേ സൗന്ദര്യ സംരക്ഷണേ വയമപി പ്രതിജ്ഞാബദ്ധഃ ഭവാമഹ. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എന്താണ്? പ്രതിബദ്ധയാണ് എന്നാണ് പറയുന്നത്. പ്രതിബദ്ധയ ഭവാമ, നമുക്ക് പ്രതിജ്ഞ എടുക്കാം, പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞതൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഉപായങ്ങളാണ്. പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന കാര്യങ്ങൾ ഓൾറെഡി സംഭവിച്ചു. അപ്പൊ അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. വായു മലിനീകരണം തടയാനുള്ള മാർഗങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. നമുക്ക് മാസ്ക് ഇല്ലാതെ പുറത്തു പോകാൻ വേണ്ടി പറ്റില്ല, നമ്മൾ ആരോഗ്യത്തിന് അത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായു മലിനീകരണത്തിന് നമ്മൾ ഒരിക്കലും ഭാഗമാകില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ പ്രകൃതിയെ മാത്രം സംരക്ഷിക്കുക, അല്ലെങ്കിൽ വനത്തിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ വായുവിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയല്ല, നദികളെ സംരക്ഷിക്കുക ഇന്നൊന്നുമല്ല. എല്ലാ സംരക്ഷണവും ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനെയും സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? പ്രകൃതിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്, ചേർന്ന് നിൽക്കാൻ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരാളിൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങളുള്ളത്, എല്ലാവരിലും, എല്ലാ ജീവജാലങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു പാഠത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു.